കഥകൾ കേൾക്കാത്ത ബാല്യവുമില്ല, ബാല്യത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത യൗവനവുമില്ല. ഇന്ന് കളർ പാലറ്റ് ബൈ രേഷ്മയിൽ IMN TTC കോഴ്സുകൾക്ക് ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളിലും മലയാളം കഥാപുസ്തകം എങ്ങനെ തയ്യാറാക്കാം സിലബസിനനുസരിച്ച് എന്നുള്ളതാട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. എന്നത്തെയും പോലെ തന്നെ കവർ പേജും ഉള്ളടക്കവും എല്ലാം കൊടുത്ത് തന്നെയാണ് നമ്മളിതും തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ എല്ലാം ഓരോ നമ്പർ ഇട്ട് അതിന് ഹെഡിങ്സും വൃത്തിയായി കൊടുത്ത് കഥകളും വൃത്തിയായി എഴുതി അതിനൊരു മോറലും കൊടുത്ത് നമ്മൾ അതിനോട് അനുയോജ്യപ്പെട്ട പിക്ചേഴ്സ് എല്ലാം വരച്ച് അതിനെ വളരെ മനോഹരമാക്കി അതിനെ മാക്സിമം അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നമുക്ക് അതിനോടൊപ്പം തന്നെ എങ്ങനെ ഈ കഥകൾ കുട്ടികളിൽ എത്തിക്കുമ്പോൾ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒരു 4 ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് വന്നിട്ട് നമ്മൾ ഓരോ കഥകൾക്കും വോയിസ് മോഡുലേഷൻ കൊടുക്കണം. നമ്മൾ ഒരു സിംഹം വരുന്നു എന്ന് പറയുമ്പോൾ ആ സിംഹത്തിന് ആ വരുന്ന ഗാംഭീര്യത നമ്മുടെ സൗണ്ടിലുണ്ടായിരിക്കണം. അതുപോലെ അതിനകത്ത് കുറച്ച് സോഫ്റ്റ് ടോയ്സോ ഇല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറിജിനൽ വെജിറ്റബിൾസ് കാണിച്ചു ഒക്കെ കുട്ടികളിലോട്ട് അതിനെ വേഗം എത്തിക്കാം. അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം കഥകളുടെ ഇടയിൽ. അപ്പോൾ കുട്ടികൾ എത്രമാത്രം അത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രിഡിക്ഷൻസ് നടത്താൻ പറയാം. അടുത്തത് എന്തായിരിക്കും ഒരു ക്യൂരിയോസിറ്റി കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയൊരു 3-4 ടിപ്സൊക്കെ ഇട്ട് നമ്മൾ കഥ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കുകയും കഥകളും അതിൻ്റെ മോറലുകളും മറന്നു പോകാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ടിപ്പാണ് റോൾ പ്ലേ ചെയ്യിക്കാം. അതും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ 30ാമത്തേതായി കേട്ടോ. നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ കണ്ടു നോക്കണം. അതിലും കുറേ ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പ്രാക്ടിക്കലാക്കി നോക്കുക, ചെയ്തു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. റെഫറൽ വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക. ഇതിലും ബെറ്ററായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.